അങ്ങേയറ്റത്തെ സന്തോഷത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എന്ന ടൈറ്റിലിൽ ഇത്രയും അധികം സഹോദരി സഹോദരന്മാരെ ഇവിടെ ഒരുമിപ്പിച്ചു കൂട്ടുവാനും അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച് പറയാനും അവസരവും ഉദവിയും നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. വർദ്ധിതമായ ആവേശം നൽകുന്നതാണ് ഈ സദസ്സ്. തൃശൂർ ജില്ലയുടെ മുക്കമൂലകളിൽ നിന്ന് എത്തിച്ചേർന്ന ഈ സഹോദരി സഹോദരന്മാർ അള്ളാഹുവിൻ്റെ കലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജിഹാദിന് ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് തെളിയിക്കുന്ന ഈ മഹാസദസ്സ് തീർച്ചയായും ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ സന്മനസ്സിന് നാളെ പരിശുദ്ധ ഖുർആൻ മഹ്ശറയിൽ വെച്ച് അതിൻ്റെ അഹ്ലുകാർക്ക് ശുപാർശയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമരായ ആളുകൾ. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ അക്ഷീണം പണിയെടുത്തതുകൊണ്ടാണ് ഈ ഒരു സദസ്സ്, അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ചിറക് വിരിച്ചു തരുന്ന ഈ സദസ്സ് ഇവിടെ ഒരുക്കൂട്ടുവാൻ സാധിച്ചത്. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നില്ലെങ്കിലും അതിനുവേണ്ടി പണിയെടുത്തവർക്ക് അല്ലാഹു തആല മഹത്തായ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആവേശകരമാണ് ഈ സദസ്സ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നതിന് കാരണം പരിശുദ്ധ ഖുർആനിന്റെ മാർഗത്തിലുള്ള ഏത് പ്രയത്നവും വിശ്വാസികളിൽ ആവേശം ജനിപ്പിക്കും. പരിശുദ്ധ ഖുർആൻ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. പരിശുദ്ധ ഖുർആനിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹത്തായ ജിഹാദ് നിങ്ങൾ നടത്തണം എന്നാണ്. ഇരുൾമുറ്റി നിൽക്കുന്ന ഒരു ലോകത്തിന്റെ മുന്നിൽ, വെളിച്ചം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു ലോകത്തിന്റെ മുന്നിൽ, സകല ജാഹിലിയത്തും ശിർക്കുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ പരിശുദ്ധ ഖുർആനിന്റെ വെള്ളി വെളിച്ചം കാണിച്ചു കൊടുക്കാൻ സന്നദ്ധരാകണം എന്നാണ് നേരത്തെ ഉദ്ഘാടകൻ പ്രസംഗത്തിൽ അമീർ അവர்கள் സൂചിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ കേവലം പഠിതാക്കൾ എന്നതിനേക്കാൾ അപ്പുറം പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം ഈ സമൂഹത്തിന്റെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സന്നദ്ധരായ ഖുർആനിന്റെ പ്രയോക്താക്കളും വക്താക്കളുമായി മാറുവാൻ ഇസ്ലാമിക സഹോദരന്മാർ സന്നദ്ധമാകണമെന്ന അതിശക്തമായ നിർദ്ദേശമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നാം മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഹിദായത്താണ്. ഹുദൻ ലിന്നാസ്, അത് മനുഷ്യ സമൂഹത്തിന്റെ വെളിച്ചമാണ്, സന്മാർഗമാണ്, നൂറാണ്. ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ജനപദങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം ഈ സമൂഹത്തിന് മുഴുവൻ ലഭ്യമായി തീരേണ്ടതുണ്ട്. മാത്രമല്ല, ആ പരിശുദ്ധ ഖുർആൻ തീർച്ചയായും ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. മനുഷ്യ സമൂഹത്തിൽ നന്മകൾ വിതരണം ചെയ്യുകയും മനുഷ്യ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്തതും പരിശുദ്ധ ഖുർആനാണ്. നമുക്കറിയാമല്ലോ, 6-ാം നൂറ്റാണ്ടിലെ ഒട്ടകത്തിന്റെ മൂക്കുകേർ പിടിക്കാൻ മാത്രം പഠിച്ച ജനതയിൽ ജനിച്ച നിരക്ഷരനായ പ്രവാചകന്റെ വായിലൂടെ അവതീർണമായ പരിശുദ്ധ ഖുർആൻ ഒരു ജനസമൂഹത്തെ മാറ്റിമറിക്കുകയായിരുന്നു ചെയ്തത്. 6-ാം നൂറ്റാണ്ടിലെ സമൂഹം അറബികൾ മാത്രമല്ല, ലോകം തന്നെ ഏറ്റവും മോശമായ ഘടനയിലായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥം പോലെ ഇറങ്ങിയതല്ല, ഏറ്റവും മോശമായ ഒരു ജനപദത്തെ സംസ്കരിച്ച് വളർത്തിയെടുത്ത് മച്ചിടിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ.
നിരക്ഷരനായ ഒരു ജനപദത്തിൽ ജനിച്ച ഉയർത്തെഴുന്നേറ്റ ഒരു പ്രവാചകൻ ആ ജനസമൂഹത്തെ സംസ്കരിക്കുകയും വേദം പഠിപ്പിക്കുകയും സംസ്കരിച്ചെടുക്കുകയും ചെയ്തുകൊണ്ട് ആ പ്രവാചകൻ ആ ജനപദത്തെ മാറ്റിയെടുത്തു. പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നു, ആ ജനത ഏറ്റവും മോശമായ ഒരു ജനപദമായിരുന്നു എന്ന്. 6-ാം നൂറ്റാണ്ടിലെ ജനസമൂഹത്തെ ലോകത്തിന്റെ ജേതാക്കളും വിജേതാക്കളും നായകന്മാരും ആക്കി മാറ്റുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മദ്യപാനികളായ ഒരു സമൂഹമായിരുന്നു അവര് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മരിച്ചു കഴിഞ്ഞാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചു കൊടണമെന്നും മുന്തിരിവള്ളിയിൽ നിന്ന് മധു നുകർന്ന് തെങ്ങുകൾക്ക് സുഖം കിട്ടണമെന്ന് വസിയത്ത് കൊടുത്തവരായിരുന്നു അറബികൾ എന്ന് നമുക്കറിയാം. ചരിത്രത്തിന്റെ താളുകളിൽ മദ്യം കഴിക്കാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ, ക്രമപ്രവൃത്തമായ ഒരു സമൂഹത്തെ മാറ്റിമറിച്ചുകൊണ്ട് പരിവർത്തിപ്പിച്ചുകൊണ്ട് മാറ്റിയെടുക്കുവാൻ പരിശുദ്ധ ഖുർആനിന് സാധിച്ചു. മുഴുകുടിയന്മാരായ ഒരു സമൂഹത്തോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആദ്യമായി അവരോട് ഖുർആൻ പറഞ്ഞു, മദ്യത്തിൽ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്, പക്ഷേ ഗുണത്തെക്കാളേറെ ദോഷമുണ്ട് എന്ന ഉത്ബോധനമായിരുന്നു. പിന്നീട് അവരോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നമസ്കരിക്കാൻ പോകരുത് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ മുഴുകുടിയന്മാരായ സമൂഹത്തോട് മൂന്നാമത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്നാബു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബു. തീർച്ചയായും മദ്യവും ചൂതാട്ടവും പ്രശ്നം വെക്കലും ഒക്കെ പൈശാചിക പ്രവർത്തനങ്ങളാണ്, അതിനെ വെടിയണം. ഫഹലന്തും മുന്തഹൂൻ, ഇനിയും നിങ്ങൾ ആ തെറ്റിൽ നിന്ന് വിരമിക്കുന്നില്ലേ എന്ന് ചോദിച്ച വേളയിൽ ആ ജനസമൂഹം, അതുവരെ മുഴുകുടിയന്മാരായ ഒരു സമൂഹം, പിന്നെ അവർ മദ്യവുമായി പൂർണ്ണമായും പിന്മാറുകയാണ് ചെയ്തത്. ലോകത്തിലെ എത്രയോ രാഷ്ട്രങ്ങൾ മദ്യമുക്തമാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ മദ്യത്തിൽ നിന്നൊരു സമൂഹത്തെ ചരിത്രത്തിന്റെ താളുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മഹത്തായ വിപ്ലവം നടത്തിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. നമുക്കിത് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ വരുന്ന കാലത്ത് അസമത്വം ആ സമൂഹത്തിൽ കൊടികുത്തി വാണിരുന്നു. ഉന്നതരും താഴ്ന്നവരുമായ ജനവിഭാഗങ്ങളായിരുന്നു. മനുഷ്യരിൽ ഒരു വലിയ വിഭാഗം അടിമകളെപ്പോലെ ജീവിച്ചവരായിരുന്നു. ഉടമകളുടെ കൈകൾക്ക് ആയാസം കിട്ടാൻ ചാട്ടവാറ കൊണ്ട് അടിക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിച്ചു, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതവാറഫു. മനുഷ്യരെ നിങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണെന്നും പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്കിടയിൽ ഭിന്ന ഗോത്രങ്ങളും വർഗങ്ങളും ഉണ്ടായത് എന്ന മൗലികമായ പാഠം പരിശുദ്ധ ഖുർആൻ മനുഷ്യകുലത്തെ പഠിപ്പിച്ചു. കേവലം പഠിപ്പിക്കുകയല്ല, അസമത്വത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സമൂഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പോലും അപകർഷതാബോധത്തിന്റെ അവസാനത്തെ കണികയെപ്പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഉന്നതരും താഴ്ന്നവരും എന്ന വ്യത്യാസമില്ലാതെ സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന സാഹോദര്യത്തിന്റെ ചരിത്രത്തിന്റെ തുല്യതയില്ലാത്ത ഉദാത്ത മാതൃക മനുഷ്യകുലത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ പരിശുദ്ധ ഖുർആനിന് സാധിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ സമത്വമുണ്ടാക്കിയിട്ട് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ട് പോലും ലോകത്തും ഇന്നും അസമത്വം നിലനിൽക്കുകയാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കായിക താരമാണല്ലോ, ബോക്സിംഗ് ചാമ്പ്യനാണല്ലോ ക്ലേഷ്യസ് ക്ലേ, മുഹമ്മദ് അലി ക്ലേ. അദ്ദേഹം കറുത്ത വർഗത്തിൽ ജനിച്ചുപോയി എന്നതിന്റെ പേരിൽ ലോക പ്രശസ്തനായ ക്ലേഷ്യസ് ക്ലേക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കിട്ടാതെ ഇറങ്ങിപ്പോരേണ്ടി വന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരും കൊതിച്ചു പോകുന്ന, ഏവരും ആഗ്രഹിച്ചു പോകുന്ന തന്റെ സ്വർണ്ണ പതക്കം അതിന്റെ പേരിൽ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ക്ലേഷ്യസ് ക്ലേ അഥവാ മുഹമ്മദ് അലി ക്ലേ. അതിന്റെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിശുദ്ധ ഖുർആൻ സമത്വം ലോകത്തുണ്ടാക്കി. ബിലാൽ ഇബ്നു റബാഹിനെ പോലെയുള്ള ആളുകളെ, സൽമാൻ അൽ ഫാരിസിയെ പോലെയുള്ള ആളുകളെ, ഖുറൈശ് തറവാട്ടിൽ ജനിച്ച സഹാബാക്കളെ ഒരേ ചരടിൽ കോർത്തിണക്കുവാൻ പരിശുദ്ധ ഖുർആനിന് സാധിച്ചു. ഖുർആനിന്റെ പരിവർത്തനങ്ങളും മാറ്റവും 1-2 വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഏതേത് ഉദാഹരണങ്ങൾ എടുത്താലും മനുഷ്യകുലത്തിൽ നൽകിയ മുഴുവൻ നന്മയും മുഴുവൻ സദാചാരങ്ങളും മുഴുവൻ ജീവിത വിശുദ്ധിയും പരിശുദ്ധ ഖുർആൻ മനുഷ്യകുലത്തിൽ സൃഷ്ടിച്ചെടുത്ത് മാതൃക കാണിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾക്കപ്പുറം ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു പരിശുദ്ധ ഖുർആനിനെ എന്തുകൊണ്ട് നമുക്ക് ആധുനിക ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൂടാ? ഇന്നും സ്ത്രീകളെ ഏറ്റവും മോശമായി കാണുന്ന ആധുനിക ലോകം
ഇന്നും അസമത്വം കൊടികുത്തി വാഴുന്ന ആധുനിക ലോകം, ഇന്നും മദ്യത്തിനും മദിരാക്ഷിക്കും ലൈംഗികതക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിന്റെ മുമ്പിലേക്ക് മനുഷ്യകുലത്തെ ചരിത്രത്തിന്റെ താളുകളിൽ മാറ്റിമറിച്ച ദൈവിക ഗ്രന്ഥത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധ്യമായി തീരേണ്ടതുണ്ട്. നമ്മുടെ പള്ളികളുടെ അകങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വീടുകളുടെ അകത്തിൽ നിന്നും പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം നമുക്ക് ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. ആധുനിക മുതലാളിത്ത സംസ്കാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ ഒരുപാട് തിന്മകൾ പേറിക്കൊണ്ട് ജീവിക്കുന്ന ആധുനിക ലോകത്തിലെ മനുഷ്യർക്ക് പരിശുദ്ധ ഖുർആനിന്റെ ധാർമ്മിക വ്യവസ്ഥ വേണം, പരിശുദ്ധ ഖുർആനിന്റെ ജീവിത വ്യവസ്ഥ വേണം. അവസാനം മുതലാളിത്ത രാജ്യങ്ങളിലെ കോടീശ്വരന്മാർ പോലും ആത്മഹത്യ ചെയ്യുന്ന പലിശാധിഷ്ഠിത സാമ്പത്തിക വ്യവസ്ഥയുടെ മുമ്പിലേക്ക് മനുഷ്യ സ്നേഹത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ, സക്കാത്ത് പോലും മേടിക്കാനാണില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്ത പരിശുദ്ധ ഖുർആനിന്റെ സാമ്പത്തിക വിപ്ലവം എന്തുകൊണ്ട് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൂടാ? പലിശ ഭുജിക്കുന്നവരെ കുറിച്ച് الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. പലിശ ഭുജിക്കുന്നവൻ പൈശാചിക ബാധയേറ്റവനെ പോലെ അല്ലാതെ എഴുന്നേറ്റ് നിൽക്കില്ല എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ആധുനിക ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പലിശയാകുന്ന ദുർബോധത്തിന്റെ പകരം മനുഷ്യ സ്നേഹത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ, മുതലാളിത്തത്തിന്റെ ചൂഷണങ്ങളില്ലാത്ത സാമ്പത്തിക വ്യവസ്ഥ, മനുഷ്യർക്ക് സാഹോദര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും നന്മ വിതരണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഖുർആൻ ഏറെ പ്രസക്തമാണ്. അതിനൊരു പോരായ്മയും ഒരു ന്യൂനതയും സംഭവിച്ചു പോയിട്ടില്ല. അതിന്റെ ഓരോ ആയാത്തുകളും കാലഘട്ടത്തിന്റെ ഏറ്റവും നാടിമിടിപ്പ്, കാലഘട്ടത്തിന്റെ ചുവരെടുത്ത് വായിക്കുന്ന ആയത്തുകളാണ്. അതിനിറങ്ങിയതുപോലെ നമുക്ക് അനുഭവപ്പെടും. പക്ഷേ ആ പരിശുദ്ധ ഖുർആനിന്റെ വാഹകരായ നമ്മൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിനെ വേണ്ട പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ നാം പരിശോധിക്കണം. മുസ്ലിം സമുദായം പോലും പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും അവഗണിച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷത്തിനും സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയില്ല എന്നതാണ് സത്യം. മരിക്കുമ്പോൾ ഓതിത്തരണമെന്ന് പഠിപ്പിച്ച, ഭയഭക്തിയോടുകൂടി അല്ലാഹുവിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി പ്രത്യേകം നിർദ്ദേശിച്ച ഇഖ്റഉ മൗതാകും സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ നിങ്ങൾ മരണാസന്നമായവർ ഓതിക്കൊടുക്കണമെന്ന് പഠിപ്പിച്ച സൂറത്ത് യാസീന്റെ അർത്ഥം പോലും അറിയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ആരാണ്? നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഖുർആൻ അറിയുന്നവർ മൗലവിമാരും മുസ്ലിയാക്കന്മാരും മാത്രമാണ്. അതും വലിയ മൗലവിമാരും മുസ്ലിയാക്കന്മാരും. ഞാനൊരു കാര്യം അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹുവിന്റെ ഈ കിതാബ് മൗലവിമാർക്കും മുസ്ലിയാക്കന്മാർക്കും ഇറക്കിയ കിതാബല്ല. ഇത് മനുഷ്യകുലത്തിന് ഇറക്കിയ ഖുർആനാണ്. മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇറക്കിയ പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് നാം ഈ സമ്മേളനത്തിൽ വെച്ച് അല്ലാഹുവിനെ സാക്ഷി നിർത്തി അല്ലാഹുവിന്റെ മലായികത്തുകൾ ചിറക് വിരിച്ചു തരുന്ന ഈ ഇൽമിന്റെ സദസ്സിൽ വെച്ച് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രതിജ്ഞ എടുക്കാൻ സന്നദ്ധമാകണം. ഞാൻ പരിശുദ്ധ ഖുർആനിനെ പഠിക്കും, ഞാൻ പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ഉൾക്കൊള്ളും, പരിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന മാതൃകയായി ഞാൻ മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, പ്രവാചകൻ ഖുർആൻ കാണാതെ പഠിച്ചു എന്നല്ല, ഖുലുഖുഹു ഖുർആൻ, പ്രവാചകന്റെ ചര്യ, പ്രവാചകന്റെ സ്വഭാവം, പ്രവാചകന്റെ മാതൃക അല്ല, പ്രവാചകന്റെ സഹാബി കിറാമിന്റെ മാതൃക പരിശുദ്ധ ഖുർആനായിരുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ സമൂഹത്തിൽ മുസ്ഹഫ് ഉള്ളതുപോലെ റസൂലിന്റെ കാലത്ത് ഇതുപോലെ മുസ്ഹഫുകളില്ല. അല്ലാഹുവിന്റെ റസൂൽ ചിലരോട് എഴുതി വെക്കാൻ പറഞ്ഞ ഖുർആൻ എഴുത്ത് പ്രതികൾ മാത്രമേ ഉള്ളൂ. ആരുടെയും വീടുകളിൽ മുസ്ഹഫിന്റെ പ്രതികളില്ല, പള്ളികളിൽ ഖുർആനിന്റെ പ്രതികളില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കടലാസ് കൊണ്ടുണ്ടാക്കിയ മുസ്ഹഫുകൾക്ക് പകരം ജീവിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ലക്ഷക്കണക്കിന് പതിപ്പുകൾ അല്ലാഹുവിന്റെ റസൂൽ അടിച്ചിറക്കി. അവരിൽ ഒരാളെ കണ്ടാൽ ഖുർആൻ കണ്ട പോലെ, അവരിൽ ഒരാളെ തൊട്ടാൽ പരിശുദ്ധ ഖുർആൻ തൊട്ടതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന മാതൃക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അടിച്ചിറക്കി. നമുക്ക് വേണ്ടത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട ഏറ്റവും മെത്തരം കടലാസ് കൊണ്ട് അടിച്ചിറക്കിയ റസ്മിൽ മാത്രം പരിമിതപ്പെട്ട വലായബക്കാമിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുസ്ലിം സമുദായത്തിൽ നിന്ന് ദുഷിച്ച കാലഘട്ടം വരുമ്പോൾ അതിന്റെ സവിശേഷതയായി എണ്ണി പറഞ്ഞത്
ആ ദുഷിച്ച കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ പരിശുദ്ധ ഖുർആൻ അതിന്റെ ലിപികളിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കുമെന്നാണ്.